ഹലോ ഗൈസ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആനിമൽ മൈക്രോബ് ഇൻട്രാക്ഷനെ കുറിച്ചാണ്. അതായത് ആനിമൽസിനും മൈക്രോ ഓർഗാനിസംസിനും ഒരേപോലെ രണ്ടു പേർക്കും ഉപകാരം ഉണ്ടാകുന്ന ഒരു ലൈഫിൽ അല്ലെങ്കിൽ നേച്ചറിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ രണ്ടു പേർക്കും രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഇതിന് പറയുന്ന പേരാണ് എന്ത്, ആ ഒരു ബയോളജിക്കൽ ഇൻട്രാക്ഷന് പറയുന്ന പേരാണ് എന്ത്, മ്യൂച്വലിസം എന്ന് പറയുന്നത്. രണ്ടു പേർക്കും എന്താണ് അവിടെ ബെനിഫിറ്റ് ആണ്, രണ്ടും എന്താണ് പോസിറ്റീവാണ്. അതിൽ തന്നെ ഫസ്റ്റ് ടൈപ്പ് പറയുന്നത് ഇൻസെക്റ്റ് മൈക്രോബ് ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് അതിൽ പറയുന്ന പോയിന്റ്, ദ പ്ലാന്റ് ഈറ്റിംഗ് ഇൻസെക്ട് പോപ്പുലേഷൻ കൾട്ടിവേറ്റിംഗ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഇവിടെ ഇൻസെക്റ്റ് ഉണ്ട്. ഈ ഇൻസെക്റ്റ് ഒരു ഇല തിന്നും. ഇൻസെക്റ്റ് എന്താക്കും, ഒരു ഇൻസെക്റ്റ് ഇല തിന്നിട്ട്, കാരണം ആ ഇലയിൽ അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിൽ അധികം എന്താണുള്ളത്, സെല്ലുലോസ്. അപ്പം ഈ ഇൻസെക്റ്റിന്റെ ശരീരത്തിൽ എന്തില്ല, ഇതിനെ എന്താ പറയുക, ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു എൻസൈം, സെല്ലുലൈസ് എന്ന എൻസൈം ഉണ്ടാവില്ല. അപ്പം ഈ സെല്ലുലോസ് ഉണ്ടാവില്ല, ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഇതിന്റെ സലൈവ മിക്സ്ഡ് ആയിട്ട്, ഇതിന്റെ സലൈവയിൽ എന്താക്കിയത് മിക്സ്ഡ് ആയിട്ട് അത് പുറന്തള്ളും, ഒരു ഫീക്കൽ മാറ്റർ ആയിട്ട് പുറന്തള്ളും. അവിടെ എന്താവും, അവിടെ ഒരു ഫംഗസ് വളരും. ഫംഗസ് എന്താണ്, ഒരു മൈക്രോബാണ്. ചെറിയ രീതിയിലുള്ള ഫംഗസ് അവിടെ വളരും. ഈ ഫംഗസ് ഈ ദഹിക്കാതിരുന്ന സെല്ലുലോസ് യൂട്ടിലൈസ് ചെയ്യും. അവിടെ ഇൻസെക്റ്റ് അവിടെ ആ മൈക്രോ ഓർഗാനിസത്തിന് വളരാനുള്ള എന്തുണ്ടാക്കുന്നു, ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം അതിന് വേണ്ട ന്യൂട്രിയന്റ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഭാഗം അതിനായിട്ട്, ആ ഒരു എൻവയോൺമെന്റ് അതിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അറ്റാക്സ്, അതായത് അതർ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ ഈ ഫംഗസിന് പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്നതിനൊക്കെ ഈ ഇൻസെക്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അവിടെ നിൽക്കും. കാരണം ഈ ഫംഗസ് വളർന്നാലേ ഈ ഇൻസെക്റ്റിന് എന്താവും, ഈ ഇല നിന്ന ഇൻസെക്റ്റിന് എന്താവുള്ളൂ, ഉപകാരം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ ഫംഗസ് വളരും. അങ്ങനെ ഈ ദഹിക്കാത്ത ഒരു സെല്ലുലോസ്, ആ ഫീക്കൽ മാറ്ററിൽ നിന്ന് ഈ ഫംഗസ് അത് യൂട്ടിലൈസ് ചെയ്യും. അവിടെ അങ്ങനെ ഒരു ബയോമാസ് ഉണ്ടാവും. ആ ബയോമാസും പ്ലസ് ഫംഗസിനെയും പിന്നെ ആര് ഇൻജസ്റ്റ് ചെയ്യും, ഈ ഇൻസെക്റ്റ് ഇൻജസ്റ്റ് ചെയ്യും. അവിടെ നേരത്തെ ഡീഗ്രേഡ് ചെയ്യാതെ പോയ ആ സെല്ലുലോസ് ഇവിടെ ഫംഗസിന്റെ സഹായത്തോടെ അവിടെ എന്താണ് ഡൈജസ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പം ആ രൂപത്തിൽ ഫംഗസ് അതിന് ഡൈജസ്റ്റ് ചെയ്ത് വീണ്ടും അതെന്താണ് ഇൻജസ്റ്റ് ചെയ്യണം ആ ഇൻസെക്റ്റ്. അതിന്റെ കൂടെ എന്താ, ഫംഗസിന്റെ കൾച്ചറും അത് കഴിക്കുന്നുണ്ട്. ആ ഫംഗസ് വീണ്ടും അവിടെ വളരും. പിന്നെ ആ ഇൻസെക്റ്റിന് എന്തോ വീണ്ടും ഉപകാരപ്പെടും. അതിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്, എന്താണ്, ഫംഗൽ ഗാർഡൻസ് ഓഫ് മിർമൈസിൻ ആൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്റ്റ് എന്ന് പറയുന്നത് മിർമൈസിൻ ആൻസ് ആണ്. ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ഉറുമ്പാണ്. ആ ഉറുമ്പാണ് ഈ ഇലകളെ തിന്നുന്നത്. കാരണം അതിന് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ ശരീരത്തിൽ ഡീഗ്രേഡ് ചെയ്യാനുള്ള കഴിവില്ല. അവിടെ ഈ ഫംഗൽ ഗാർഡൻസ് ഉണ്ടോ, അവിടെ ഫംഗസ് വളരുന്നുണ്ട്. മൈക്രോബ്സ് ആയിട്ട് അവിടെ ഫംഗൽ ഗാർഡൻസ് വളരുന്നുണ്ട്. ഈ ഫംഗൽ ഗാർഡൻസിന് വളരാൻ കാരണം ആരാണ്, ഈ ഇൻസെക്റ്റ് ഉണ്ടെങ്കിലേ അത് വളരുള്ളൂ. ഇപ്പോൾ രണ്ടു പേർക്കും എന്താണത് ഉപകാരമാണ്. ഡൈജസ്റ്റ് ചെയ്യില്ല, അങ്ങനെ അതിന് ഫീക്കൽ മാറ്ററിൽ ഉണ്ടാവും. അങ്ങനെ അവിടെ ഫംഗസിന് വേണ്ട ആ ഒരു എൻവയോൺമെന്റ് ചുറ്റുപാടൊക്കെ അത് ഉണ്ടാക്കി കൊടുത്തു. ആ ഫംഗസ് ആ ഒരു ബയോമാസ് ആവും. അത് വീണ്ടും ഈ ഇൻസെക്റ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അത് ഇൻസെക്റ്റിന് ഉപകാരമുണ്ട്, പിന്നെ ഫംഗസിന്റെ ഗ്രോത്തിനും രണ്ടിനും അവിടെ ഉപകാരം നടക്കുകയാണ്, അല്ലേ? ഇൻസെക്റ്റ് ഉണ്ടെങ്കിലേ ആ ഫംഗൽ ഗാർഡൻ എന്ന് പറയുന്ന ഭാഗം വളരുള്ളൂ. അതുപോലെ തന്നെ ഫംഗസ് ഉണ്ടെങ്കിൽ ആ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാത്ത സെല്ലുലോസ് ഫംഗസ് വഴി സെല്ലുലോസ് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ഫംഗസ് ചെയ്യുന്നുണ്ട്. അത് ഇതിനെ ഹെൽപ്പ് ചെയ്യാണ് ഇൻസെക്റ്റിന്. കാരണം ഇൻസെക്റ്റിന് കുറച്ചുകൂടി അതും ഒരു ബെനിഫിറ്റ് ആണ്. രണ്ടു പേർക്കും അവിടെ ബെനിഫിറ്റ് ആണ്. ഇവിടെ നടക്കുന്ന എന്താണ്, മ്യൂച്വലിസം ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്
സെയിം കേസ് തന്നെയാണ് വുഡ് ഈറ്റിംഗ് ഇൻസെക്റ്റ്. ഓക്കെ, വുഡ് ഈറ്റിംഗ് ഇൻസെക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ വുഡ് ഈറ്റ്, അതായത് മരത്തടിയൊക്കെ തിന്നുന്ന ഇൻസെക്ട്സ് ഉണ്ടാവുമല്ലോ. സോ ലൈക്ക് ചെതല് പോലത്തെ. ഓക്കെ, അതിനെന്താവും, ആ ഇൻസെക്റ്റിന് എന്താവില്ല ഈ ഇതുപോലെ ഈ അങ്ങനത്തെ വുഡിൻ്റെ ഭാഗങ്ങൾ, ഈ സെല്ലുലോസിൻ്റെ ഭാഗങ്ങൾ കഴിച്ചാൽ എന്താവില്ല, അതിന് ഡീഗ്രഡേഷൻ നടക്കില്ല. ഓക്കെ, സോ അതും എന്താക്കും, ഇതേപോലെ അതിൻ്റെ ഫീക്കൽ മെറ്റൽ വേസ്റ്റിൽ ഇതാക്കിയിട്ട് അവിടെ എന്താക്കും, ഈ ഒരു ഇൻസെക്റ്റ് അതിന് ചുറ്റും എന്തുണ്ടാക്കും, അവിടെ വീണ്ടും ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടാക്കും. മനസ്സിലായോ? ഫംഗസ് ഗ്രോയിങ് ചെയ്യാൻ അവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ അവിടെ ഫംഗസ് ഗ്രോ ചെയ്യും. നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെയാണിത്. സോ അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ടെർമൈറ്റ്സ്, പിന്നെ മൊണീലിയ ആൻഡ് അതെന്താണ് സെറാറ്റോസൈറ്റിസിസ്, സെഫാലോസ്പോറിയം. സോ ഇതിന് എക്സാമ്പിളാണ്. സോ ടെർമൈറ്റ്സ് എന്ന് പറയുന്നത് ചെതൽ പോലത്തെ ഒരു സാധനമാണ്, അതിന് പറയുന്ന പേരാണത്. ഓക്കെ, സോ അതെന്താക്കും, അത് ആ ഫംഗൽ ഗ്രോത്താണ് ഇതിനെ ഇവിടെ ശരിക്കും എന്താണ്, ഫംഗസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഈ സെല്ലുലോസ് ഈറ്റ് ചെയ്യുന്ന ഈ ഇൻസെക്റ്റിന് സഹായിക്കുന്നത് ഈ ഫംഗസ് ആണ്. സോ നേരത്തെ പറഞ്ഞ സെയിം കേസിൻ്റെ അതേ തിയറി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് ഇതിന്. വുഡ് ഇൻഹാബിറ്റിങ്ങിന് ആംബ്രോസിയ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു സ്പീഷീസ് ആണ്. സോ ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ ഗൈസ്, അടുത്തതെന്ന് പറയുന്നത് ഹയർ ആനിമൽസ് വാസ് മൈക്രോബ് ഇൻട്രാക്ഷൻ ആണ്. സോ ഹയർ ആനിമൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് റൂമിനന്റ് ആനിമൽസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, റൂമിനന്റ് ആനിമൽസ് പറയുമ്പോൾ നമ്മളെ കൗസ്, ലാമസ്, കാമൽസ്. സോ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ സിംബയോസിസ് ആൻഡ് സൈനർജിസം. കാരണം രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന, ഓക്കെ, സെയിം തന്നെയാണ്, മ്യൂച്വലിസത്തിൻ്റെ പോലെ തന്നെയാണ്. സോ ഇവിടെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? സോ വലിയ ഫുഡ് കഴിക്കും പ്ലാന്റ്സ് വൈസ്. സോ വലിയ സെല്ലുലൈസ് ഉണ്ടാവില്ല, കാരണം വലിയ ഉള്ളിൽ എന്താണ് സെല്ലുലൈസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. സോ അവിടെ ഇവിടെ റൂമിനിൻ്റെ, അതായത് ഗട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ടാവും. സോ ആ ബാക്ടീരിയാസ് ഈ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യണം, അവിടെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മെത്തനോജൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഒരു ബാക്ടീരിയാസ് ഉണ്ട്. സോ അതാണ് അവിടെ മീഥേൻ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കാരണമാകുന്നത്. അത് മാത്രമല്ല, വേറെ എന്താ പറയുക, അവിടെ ഈ സെല്ലുലോസ് അവിടെ നിൽക്കുമ്പം അവിടുത്തെ pH ഒക്കെ ഈ ബാക്ടീരിയാസിന് ഗ്രോ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലുള്ള pH, അതായത് pH എത്ര 5.57 വരുന്നുണ്ട്. അവിടെ ടെമ്പറേച്ചറൊക്കെ എന്താണ് 30 to 40 ഡിഗ്രിയാണ്. സോ എന്താ പറയുക, അവിടെ ബാക്ടീരിയക്ക് വളരാൻ പറ്റിയൊരു ആ ഒരു രീതിയിലാണ് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ്. സോ റൂമൻ പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് അനേറോബിക് എൻവയോൺമെൻറ്റ്. ഓക്കെ, സോ പ്ലാന്റ് മെറ്റീരിയൽ എന്താവും അവിടെ നിന്നാണ്ട് എന്തായി ഡീഗ്രേഡ് ചെയ്യാൻ നിൽക്കും. സോ മെത്തനോജൻസ് മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ റൂമിനോകോക്കസ് ഉണ്ട്, സക്സിനോമോണാസ് ഉണ്ട്, ബാക്ടീരിയോയിഡ്സ് ഉണ്ട്, കൂടാതെ നേരത്തെ പറഞ്ഞ മെത്തനോജൻസും ഉണ്ട്. സോ ഇവിടെ എന്താണ് ഇങ്ങനെ തന്നെ നടക്കുന്നത്. ഓക്കെ, അതിന് ഉപകാരമുണ്ട്, രണ്ടുപേർക്കും ബെനിഫിറ്റാണ്. സോ നെക്സ്റ്റ് കേസ് നോക്കാം. സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ബയോലുമിനിസെൻസ് ആണ്. സോ എന്താണ് ബയോലുമിനിസെൻസ്? ബയോലുമിനിസെൻസ് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് വിസിബിൾ ലൈറ്റ് ബൈ ലിവിങ് ഓർഗാനിസം. ഓക്കെ, അതായത് ബയോലുമിനിസെൻസ് വെളിച്ചം, ഈ നമ്മളെ ചില ഈ പുഴയിൽ അല്ലെങ്കിൽ തടാകത്തിലൊക്കെ പണ്ട് ഈ രാത്രി പോയാൽ കവര് കാണാറുണ്ട് അല്ലേ? കവര് പറഞ്ഞ സാധനം എന്താണ്, ഈ ബാക്ടീരിയാസിൻ്റെ അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു എന്താണ് എഫക്റ്റ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് പോലെ കാണുന്ന ഒരു ഭാഗമുണ്ടാവും, തിളങ്ങുന്ന പോലെ തോന്നും. സോ അത് ഈ ബാക്ടീരിയാസിൻ്റെ ഒരു കൂട്ടത്തിൽ ഈ കൂടുതലുണ്ടാവുമല്ലോ, ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവും. സോ അതൊന്നായിട്ട് ചേരുമ്പോൾ നമുക്ക് നല്ല രസമുള്ളതുപോലെയൊക്കെ തോന്നും. സോ ആ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കോംബോ എഫക്റ്റിന് പറയുന്ന പേരാണെന്ത്, ബയോലുമിനിസെൻസ്. സോ ഓരോ ഓർഗാനിസത്തിനും ഓരോ കഴിവുണ്ട്.
സോ നമുക്ക് ഇതിൻ്റെ അധികം എക്സാമ്പിൾ ഇതിൽ വരുന്നത് വിബ്രിയോ സ്പീഷീസിൽ വരുന്നത് ആണ് അധികം. എന്താണ് വിബ്രിയോ സ്പീഷീസിൽ വരുന്നതുണ്ട്. പിന്നെ ഫോട്ടോ ബാക്ടീരിയം, പിന്നെ പിന്നെ വരുന്നത് പിന്നെ മറൈൻ എക്കോസിസ്റ്റത്തിൽ വരുന്നത് സ്കിഡ്സ് ഉണ്ട്, ടർക്കോയിസ് ഉണ്ട്, പിന്നെ മറൈൻ ക്രസ്റ്റേഷ്യൻസിൽ വരുന്നുണ്ട്. പിന്നെ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് ആരൊക്കെ? കാറ്റർപില്ലർ, അതായത് ഒരു പുയു പോലത്തെ ഒരു ഇതാണ്. പിന്നെ നെമറ്റോഡ്സിൽ വരുന്നുണ്ട്. ഓക്കെ. സോ ഇവർ എന്താണ്, ഇവർ രാത്രി ആയാലും ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കാണും. നമുക്ക് ഇപ്പോൾ പുയുവിനെ അല്ലെങ്കിൽ ഒരു പുൽച്ചെടിയിലേക്ക് നോക്കിയാൽ, നമുക്ക് ഇങ്ങനെ പുല്ലിലൊക്കെ നോക്കിയാൽ ജസ്റ്റ് നോക്കിയാൽ മതി, അതിൽ എന്തൊക്കെ തിളങ്ങുന്നത് പോലെ കാണും. സോ ഒരു എഫക്റ്റാണ് ഇത്. ഭയങ്കര രസമാണ് കാണാൻ. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴും ഇടയ്ക്കൊക്കെ കാണലുണ്ട് ഈ പുല്ല്. ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ചെടി നനഞ്ഞിക്കുന്ന ചെടിയിലൊക്കെ ഇത് പുയു അല്ലെങ്കിൽ കാറ്റർപില്ലറൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തിളങ്ങണ പോലെ ഒരു പച്ച കളർ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കത്തണ പോലെ തോന്നും. വലിയ കത്തലൊന്നുമില്ല, ചെറിയൊരു കത്തൽ പോലെ നമുക്ക് തോന്നും. സോ ആ ഒരു എഫക്റ്റാണ് ബയോലുമിനൻസൻസ് പറയുന്നത്. സോ ലൈറ്റ് സ്വന്തം ശരീരത്തിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്. സോ അതിൽ മേജറായിട്ട് വരുന്ന ഇതാണ് വിബ്രിയോ സ്പീഷീസ് ആണ് വരുന്നത്. പിന്നെ ഫോട്ടോ ബാക്ടീരിയം എന്ന് പേര് വരാൻ കാരണം ഫോട്ടോ പറയുന്നത് എന്താണ്? ലൈറ്റാണ്. സോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബാക്ടീരിയാസും ഗ്രൂപ്പിന് അങ്ങനെ പറയുന്ന ഭാഗത്തിന് അങ്ങനത്തെ ബാക്ടീരിയാസിന് പറയുന്നത് ഫോട്ടോ ബാക്ടീരിയം. സോ അതിൽ പല ടൈപ്സ് ഉണ്ട്. സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു.